ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞിമത്തി നല്ല മസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മത്തി ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ഈ ഒരു സൈസിലുള്ള തക്കാളി എടുത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞുമത്തിയാണ്. അപ്പോൾ ഇത് ഒരു 1/2 കിലോന് കുഞ്ഞുമത്തി ഉണ്ട്. അപ്പോൾ ഇത് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്ത ഒരു തക്കാളി ഉള്ളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പുളിവെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് നമ്മളെ വെള്ളത്തിൻ്റെ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു മസാല ഈ മത്തിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ മസാല ഒക്കെ നന്നായിട്ട് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു മീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മസാല ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു ഓയിലൊക്കെ തെളിഞ്ഞു വരും. അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് തിക്കാവുമ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാന്ന്. എന്നിട്ട് നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്